ഞാൻ ഈ ഇടയ്ക്ക് കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ അന്ന് പറയാൻ പോകുന്നത്. സിനിമേൻ്റെ പേര് ഞാൻ പറയാം, കടസി വ്യവസായി. കുറച്ച് വർഷങ്ങളെ ഇറങ്ങിയിട്ട്, ബട്ട് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത്. ബട്ട് എന്തൊരു പടമാണെന്ന് പറയാം, എൻ്റെ അളിയാ പൊളിപ്പടം. പോരാത്തതിന് നമുക്കതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റി ഇപ്പം മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ പറയുകയും ഒരു കർഷകൻ്റെ ഒരു വേദന, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത കുറേ വ്യവസായികൾ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, പഴയ ആൾക്കാർ. അവരനുഭവിക്കുന്ന കുറേ കഷ്ടപ്പാടുകൾ, അതിന് അപ്പുറം കുറേ മെസ്സേജ് ഈ സിനിമയിൽ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2019 എം മണികണ്ഠൻ എന്ന ആൾ എടുത്ത സിനിമയാണിത്. ഇതിന് കുറേ നാഷണൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പടം തിയേറ്ററിൽ ആരും വലിയതായിട്ട് കാണാനൊന്നും പോകാത്ത കാരണം ഇത് അറിയപ്പെട്ടില്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുകയും അപ്പോൾ ഈ സിനിമ ചുമ്മാ ഒന്ന് കാണാൻ. എനിക്കിങ്ങനത്തെ അവാർഡ് പടം പോലത്തെ അങ്ങനത്തെ സ്ലോ ആയിട്ട് മാസ് അങ്ങനെയൊന്നും ഇല്ലാത്ത പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ടതാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനടാ ഈ നാട്ടുകാർ ഇതിന് പൊട്ടിച്ചു കൊടുത്ത്, എന്ത് നല്ല രസമായിട്ട് ഈ പടം എടുത്തിരിക്കുന്ന തോന്നി. പിന്നെ പണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ഓരോ പടങ്ങൾ ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ പടം ചെറിയൊരു പടമാണെങ്കിലും കുറേ മെസ്സേജ് നമുക്ക് തരുന്നൊരു വലിയൊരു സാധനമാണ്. വലിയ ബ്രഹ്മാണ്ഡ ചിത്രം ചെയ്തിട്ട് ഒരു മെസ്സേജ് ചിലപ്പോൾ ഉണ്ടാകത്തില്ല, കാണാൻ ഒരു രസമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് ചെറിയ പടം, നല്ല മെസ്സേജ് ഉണ്ട്. കുറേ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ സിനിമ എന്നാൽ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മായാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. ഒരു വയസ്സായൊരു വ്യവസായി. അതായത് ഒരു ഗ്രാമത്തിൽ ഒരാൾ മാത്രം കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും കൃഷിയിൽ വലിയ ലാഭമൊന്നും കിട്ടാതെ, വെള്ളമൊന്നും ഇല്ലാണ്ട് വേറെ എന്തൊക്കെയൊക്കെയോ പണിക്ക് പോകുന്നു. കുറേ പേര് ആ നാട് വിട്ടേ പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരൊറ്റ ആൾ മാത്രം, എന്താ പറയുക, അയാളുടെ പാരമ്പര്യമായിട്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അയാൾക്ക് വെള്ളമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അതിൽ അയാൾ ഉള്ള വെള്ളത്തിൽ വെച്ച് അയാൾ കൃഷി ചെയ്യുന്നു. അങ്ങനെ നടക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുന്ന കുറച്ച്, എന്താ പറയുക, വ്യവസായ ബിൽഡിങ് ഫാക്ടറി കാട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മുതലാളിമാരൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ പെടുത്തണം. ഇയാളിനെയും കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ വിറ്റ് ഇവർക്ക് ഫാക്ടറി കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇവരൊരു മയിലിനെ കൊല്ലുകയും ഈ മയിലിനെ കൊന്നതിൻ്റെ കേസ് ഈ വയസ്സായ ആളിനെ മേലാക്കുകയും ലാസ്റ്റ് ഈ വയസ്സായ ആളിനെ കോടതി കയറ്റി ജയിലിലിട്ട് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് മൊത്തത്തിലുള്ളൊരു കഥ. ഇതിൽ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രകൃതി തന്നെ നമ്മളുടെ, എന്താ പറയുക, മെഡിസിൻ ഉണ്ട്. പ്രകൃതിയാണ് നമ്മളുടെ മെഡിസിൻ. നമ്മളുടെ ബോഡി ഹീൽ ചെയ്യാനുള്ള എല്ലാ സാധനം നമ്മുടെ പ്രകൃതി തന്നെയുണ്ട് എന്നത് ഈ സിനിമയിൽ നിന്ന് പഠിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. ഈ സിനിമയിൽ എന്താ അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു മറ്റേ നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ നാരങ്ങ, മുളക്, പിന്നെ കറ്റാർവാഴ, മഞ്ഞൾ, പിന്നെ വേറെ എന്തോ ഒരു ഒരു എന്താണ് വെള്ളാരം കല്ല് പോലത്തെ സാധനം കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് വീടുകളിലൊക്കെ. അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ കണ്ണ്, എന്താ പറയുക, ദൃഷ്ടി പതിയാതിരിക്കാൻ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, പാമ്പ് കടിച്ചുള്ളൊരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത്. അതിലെ കല്ല് ഇങ്ങനെ ഉരച്ചിട്ട് ചൂടാക്കി വയ്ക്കാനും പിന്നെ മഞ്ഞൾ കൊണ്ട് പുരട്ടാനും അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അതിൽ വലിയൊരു പ്രോസസ്സാണത്. അപ്പോൾ അതിൽ കൂടെ എന്താ കാണിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പ്രകൃതി തന്നെ നമ്മൾക്ക് ചെയ്യാവുന്ന കുറേ എന്താ പറയുക, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിയൊക്കെ ഉള്ള കാരണം പോയി തുളസി കഴിക്കുക, ജലദോഷം വന്നാൽ തുളസി കഴിക്കുക പറയും, അല്ലെങ്കിൽ കണിക്കൂർക്ക് കഴിക്കുന്ന പറയും. നമുക്ക് തളർച്ച വന്നു കഴിഞ്ഞാൽ ഒരു ഇളനീര് കുടിക്കുമെന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഇതിലൊക്കെ വൈറ്റമിൻസും കാൽസ്യം, അയൺ എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ വയസ്സായവർക്ക് അറിയില്ല. പക്ഷെ അവർ ഇതൊക്കെ ഉണ്ടെന്നറിയില്ല. അതിൻ്റെ പാരമ്പര്യമായിട്ട് ആരൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഇത് മറന്നുപോയി, ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും നേരെ ഒരു പനി വന്ന് നേരെ പോകണം, മെഡിസിൻ, നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ച് അങ്ങനെ മാറ്റുന്നു. ഓക്കെ, അതൊരു വലിയൊരു പാഠമാണ് ഈ സിനിമയിൽ പഠിപ്പിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ എന്താ പഠിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ, കൃഷി നമ്മുടെ ഒരു ജോലിയല്ല, അതൊരു നമ്മുടെ ഒരു ജീവിത രീതിയാണ്. നമ്മൾ പരിണമിച്ച് വന്നതിൽ മെയിൻ ഘടകങ്ങളിൽ ഒന്നാണ് നമ്മളുടെ കൃഷി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അതൊരു ജോലിയല്ല. ഈ പറയുന്ന മായാണ്ടി പറഞ്ഞ ക്യാരക്ടർ അതൊരു ജോലിയായിട്ടില്ല, അയാളുടെ ഒരു ലൈഫാണത്. ലൈഫിലൊരു ഭാഗമാണ്. അയാൾ രാവിലെ എണീക്കുന്നു, പാടത്ത് പോകുന്നു, വെള്ളമൊക്കെ തുറന്നു വിടുന്നു, അതെല്ലാം നോക്കുന്നു, വീട്ടിൽ വരുന്നു, പശുക്കളെ കെയർ ചെയ്യുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഈ പറയുന്ന ആൾക്കൊരു മൊബൈൽ ഫോണോ റേഡിയോയോ ഒരു എന്താ പറയുക, ആധാർ കാർഡോ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് പോലും ജീവിക്കാൻ നമുക്കിവിടെ പറ്റും
എന്ന് അയാൾ സിമ്പിളായി കാണിക്കുന്നുണ്ട്. ഈ പറയുന്ന ആൾ ബോറടിക്കുമ്പോൾ നേരെ പോകുന്നത് വയലിലോട്ടാണ്, പ്രകൃതിയിലോട്ടാണ്. പ്രകൃതിയിലെല്ലാം ഉണ്ട് എൻ്റർടൈൻമെൻറ്റ്. അയാൾക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ് അവിടെ ഉണ്ട്, അയാൾക്ക് വേണ്ട കാഴ്ചകളുണ്ട്, അയാൾക്ക് വേണ്ട സിനിമ അവിടെ ഉണ്ട്, എല്ലാം പ്രകൃതി തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല. ഏറി വന്നൊരു കുറച്ച് ഇരിക്കും, 1 മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തെടുത്തു. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ഈ പ്രകൃതി തന്നെ, നമ്മൾ പ്രകൃതിയോട് കണക്റ്റ് അല്ല ഇപ്പോഴത്തെ ജനറേഷൻ. ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ എന്ന് വെച്ചാൽ പ്രകൃതിയായിട്ട് കണക്റ്റ് അല്ല. എല്ലാവരും ടെക്നോളജിയിലാണ് എല്ലാവരും. എന്ന് വെച്ചാൽ റീൽസ്, യൂട്യൂബ് വീഡിയോ, എല്ലാത്തിനും ഒരു കാരണം തന്നെയാണ്. ബട്ട് നമുക്കിത് വേണം, ഇതും വേണം. ബട്ട് കൂടുതൽ നമ്മളുടെ നേച്ചറാണ്, നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ നേച്ചറാണ്. അപ്പോൾ ഈ നേച്ചറാണ് നമുക്ക് കൂടുതൽ വേണ്ടതെന്ന് ഈ സിനിമയോടെ കാണിക്കുന്നുണ്ട്. മായാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം, നമുക്ക് സമാധാനത്തോടെ ഇവിടെ ഇരിക്കാം എന്ന് ഈ സിനിമ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പോയിന്റ് ഈ സിനിമേൻ്റെ. ഈ മായാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളില്ല, വലിയ വലിയ സാധനങ്ങളുടെ മേലെ ആഗ്രഹങ്ങളില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പറയുന്ന വിഷമങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണ്, ഈ പറയുന്ന അവനേക്കാളും വലിയ വീട് വെക്കണം, അല്ലെങ്കിൽ അവനേക്കാളും വലിയ കാർ വാങ്ങിക്കണം, അങ്ങനെയുള്ള കുറേ ആഗ്രഹങ്ങൾ നമ്മൾക്ക് അതൊരു ടെൻഷനെ മാറുകയും നമ്മളൊന്നും എത്തുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് അവിടെ ഇല്ലല്ലോ എന്നൊരു ടെൻഷനിലോട്ട് പോവുകയും, അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങളില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒട്ടും വിഷമങ്ങൾ ഉണ്ടാവില്ല എന്ന് ഈ സിനിമ കൂടെ കാണിക്കുന്നുണ്ട്. ബട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ഉണ്ടാക്കിയാൽ പോരെ. അല്ലെങ്കിൽ ഒരു കാറ് വേണം എനിക്ക് ട്രാവൽ, അത് ഉണ്ടാക്കിയാൽ മതി. അവനേക്കാളും വലിയ കാറ് വേണം, അല്ലെങ്കിൽ അവളെക്കാളും വലിയ വീട് വേണം. അതെന്തിനാ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അതെന്തിനാ ആഗ്രഹിക്കേണ്ടത്? നമ്മളുടെ ജീവൻ നോക്കി, നമ്മളുടെ കാര്യങ്ങൾ നോക്കി, നമ്മളുടെ സന്തോഷങ്ങളുടെ ബാക്കി പോയാൽ പോരെ എന്ന് ഈ പറഞ്ഞ ക്യാരക്ടർ നമുക്ക് അടിപൊളി എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അയാൾ അത്രയും സമാധാനത്തോടെ ജീവിക്കുന്നു, അയാൾക്ക് ഒന്നും അവിടെ ഇല്ല, പക്ഷെ അയാൾ ഫുൾ ഹാപ്പിയാണ്. അത് ഈ സിനിമയിൽ എടുത്ത് കാണിക്കുന്നത് വലിയൊരു പോയിൻ്റാണ്. സമാധാനം തേടി എല്ലാം വിട്ട് ഗ്രാമങ്ങളിലിട്ട് നഗരത്തിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ മായാണ്ടി പറഞ്ഞ ക്യാരക്ടർ ഈ പറയുന്ന ഒന്നുമില്ല. അയാൾ ഈ പ്രകൃതിയിൽ ജനിച്ച് പ്രകൃതിയോട് ജീവിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഇയാളുടെ ആ സിനിമ കണ്ട് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ ഇയാളുടെ ഓരോ കാണിക്കുന്ന നമുക്ക് എന്ത് രസമാണ്, നമുക്ക് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, അങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകും. കാരണം അത്രയും സമാധാനമാണ്. അടുത്തെന്താണ് ഈ സിനിമ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇപ്പം നിയമങ്ങൾ, നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ചെയ്യാൻ വേണ്ടി കുറേ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളെ പറ്റി കാണിക്കുന്നത്. അതിൽ വലിയൊരു അടിയാണ്, ആ നിയമങ്ങളുടെ പോരായ്മയാണ് മെയിനായി കാണിക്കുന്നത്. അതായത് ഇദ്ദേഹം മയിലിനെ കൊന്നു പറഞ്ഞിട്ട് കോടതിയിലേക്ക് പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ജഡ്ജിയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ മയിലിനെ കൊന്നു ചോദിക്കും. അപ്പോൾ ഞാൻ കൊന്നിട്ടില്ല, ഞാൻ കണ്ടു, അപ്പം ഞാൻ കുഴിച്ചിട്ടെന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് പറയും ഇത്ര ദിവസം നിങ്ങൾ ജയിലിൽ കിടക്കണം, കേസ് തെളിയുന്നവരെ നിങ്ങൾ എന്തോ വിചാരണ കാര്യങ്ങളൊക്കെ നടക്കുന്നവരെ നിങ്ങൾ റിമൈൻഡ് ചെയ്തിരിക്കണം, അങ്ങനെ പറയും. അപ്പോൾ ഞാനവിടെ അപ്പോൾ ഈ വയസ്സായ ആൾ പറയും, ഞാൻ പാടത്ത് നെല്ല് അല്ലെങ്കിൽ വിത്തിട്ടിട്ടുണ്ട്, അത് മുള വന്നിരിക്കുകയാണ്, അതിന് വെള്ളം ഇട്ടില്ലെങ്കിൽ അത് നശിച്ചു പോവും. അപ്പോൾ അത് കുഴപ്പമില്ല. ജഡ്ജി പറയും അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ തരാമെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും പൈസ എനിക്ക് വേണ്ട ആവശ്യമില്ല, പൈസ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുറേ വിത്തും അതൊക്കെ വാങ്ങിക്കാം, പക്ഷെ ആ പറയുന്ന നെൽമണി അതൊരു ജീവനല്ലേ, ആ നെൽമണിനെ കൊല്ലാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന മായാണ്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ജഡ്ജിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജഡ്ജി അങ്ങ് മ്യൂട്ടായി പോകും. അപ്പോൾ ചിന്തിക്കും, ഈ ഒരു നെൽമണ്ണിനെ പോലും കൊല്ലാൻ പറ്റാത്ത ഒരാൾ, അത്രയും ഇന്നസെൻ്റ് ഒരാൾ എങ്ങനെ ഈ പറയുന്ന ഇത്രയും വലിയ മയിലിനെ കൊല്ലും? അപ്പോൾ ഈ ജഡ്ജിക്കും ഈ കോടതിയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന്. എന്നിട്ട് പോലും തെളിവുകളുടെയും അല്ലെങ്കിൽ ഈ കണ്ട സാക്ഷിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട അവസ്ഥ വരും, റിമാൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇയാൾ എന്നിട്ട് ഇത്ര ദിവസം ജയിലിൽ കിടക്കും. അതൊരു എന്താ പറയുക, നിയമത്തിൻ്റെ, നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി നിയമത്തിൻ്റെ വളരെയധികം എന്താ പറയുക വീക്ക് പോയിൻ്റാണത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമവും ജീവിതമൊക്കെ വിട്ട് നഗരത്തിലോട്ട് പൈസയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്ന നമ്മളുടെ പുതുതലമുറയോട് മായാണ്ടി എന്ന ക്യാരക്ടർ നമുക്ക് വേണ്ടത് ഉണ്ടാക്കിയിട്ട് കൂടുതൽ പ്രകൃതിയോട് ലയിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന മായാണ്ടി. അതെനിക്ക് കൂടുതലങ്ങ് ഇഷ്ടപ്പെട്ട്. എന്ന് വെച്ചാൽ ഞാനിവിടെ ജീവിക്കുന്ന പാലക്കാടാണ്, എൻ്റെ ചുറ്റുപാടും ഫുള്ളും വയൽ, കൃഷി. ഞാൻ ജനിച്ച മൂലം മുത്തച്ഛ അച്ഛനമ്മയൊക്കെ കൃഷി, എല്ലാവരും ആ ഫീൽഡിൽ. അതുകൊണ്ട് എനിക്കിത് കുറച്ചുകൂടെ കണക്റ്റായി.
അപ്പോൾ ഇതൊരു വല്ലാത്ത സിനിമയാണ്. നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നൊരു സിനിമയാണ്. നമ്മൾ കുറച്ചുകൂടെ പ്രകൃതിയോട് ലയിച്ച് ജീവിക്കണമെന്ന് കാണിക്കുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു അടിപൊളി സിനിമയാണ്. എം മണികണ്ഠൻ എന്ന ഡയറക്ടർ കിടിലം പട്ടം, ഒന്നും പറയാനില്ലല്ലോ. പക്ഷെ കളക്ഷൻ അല്ലല്ലോ, നമ്മൾ കളക്ഷൻ നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാ സിനിമകളും കാണുന്നത്. കളക്ഷൻ അല്ല മെയിനൊന്നും, ഇങ്ങനത്തെ അടിപൊളി സ്ക്രിപ്റ്റാണ്, അടിപൊളിയായിട്ടുള്ള സാധനങ്ങളൊന്നും കാണിച്ചു തരുന്നൊരു സിനിമയാണ്. സോ നല്ലൊരു കാഴ്ചയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.